ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറെ ഹബീബ് എന്നറിയപ്പെടുന്ന ഹമീദ് ആറ്റക്കോയ തങ്ങളുടെ വീട്ടിലാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. തങ്ങളുടെ പല വീഡിയോകളിലും തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സത്യാവസ്ഥകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് എൻ്റെ അടുത്തേക്ക് വരും, നിങ്ങൾ കണ്ട് മനസ്സിലാക്കൂ എന്ന് തങ്ങൾ പല വീഡിയോകളിലും പറഞ്ഞത് പ്രകാരമാണ് നമ്മളിവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല. തങ്ങളെ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് നൂറെ ഹബീബ് തങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ തങ്ങൾ തന്നെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം. അത് തങ്ങളുടെ വായിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും. അത് പ്രകാരമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ അതിന് മുന്നേ ഞാനൊരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങൾ സ്ഥലം എവിടെ? ഞാൻ എൻ്റെ വീട് പൊന്നാനിയിലാണ്. നിങ്ങളോ? വളാഞ്ചേരി. അപ്പൊ ഞാനെന്താ പറയാ, നമുക്ക് നിങ്ങളെ പരിചയമല്ല. നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ വരാൻ പറഞ്ഞേക്കണ, ഞാൻ അങ്ങനെ വരാൻ പറഞ്ഞേക്കണ നിങ്ങളോട്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നല്ല നിലക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമേ ഞാൻ തരുള്ളൂ. നല്ല ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ ഞാൻ തരുള്ളൂ. നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. റമളാൻ മാസമല്ലേ, എന്ത് ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങളാണ്. ജനങ്ങൾക്കും അതേപോലെ നമ്മൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. അതിലിപ്പോ ഒന്ന് ഈ കൊടിമരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണമാണെന്ന് നമുക്ക് അറിയേണ്ടത്. അത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാണ്. ആ കൊടിമരം പിന്നെ 4 വർഷമായി ഇവിടെ വീട് താമസിച്ച അന്ന് മുതൽ വെച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ ആ കൊടിമരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ കൊടിമരം ഇവിടെ നമ്മൾ സ്ഥാപിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ കൊടിമരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചികിത്സയുള്ള ദിവസം ഓരോ മണിക്കൂർ നമ്മൾ ദ്വാ ചെയ്യും കൊടിമരത്തിന്റെ അടുത്ത് പോയിട്ട്. അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ എന്താവും ആ കൊടിമരം കെട്ടിപ്പിടിച്ചു. അതൊരു എനിക്കിങ്ങനെ തോന്നി, ഇതൊരു ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്നെന്തായി എനിക്കൊരു സംശയങ്ങള്. ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങൾ അത് പിടിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരിക, ആയിരക്കണക്കിന്. അപ്പൊ അത് നമുക്ക് എന്തില്ല, തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എന്താണത്, ഒരു ദിവസം ഞാൻ ഇവിടെ ദ്വാ ചെയ്യാൻ പോകുമ്പോൾ 2 കാക്കകൾ അത് തൊട്ട് തന്നെ റമളാൻ മാസം എന്ന് പറയാൻ പറ്റില്ലല്ലോ, 2 കാക്കകൾ അവിടെ എന്തുണ്ട് ഇപ്പോഴും ഇങ്ങനെ കരി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ അപ്പോ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശുദ്ധിയുള്ളവരൊക്കെ തൊട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്നതിന്റെ തലേ ദിവസം കെട്ടിയത്. പണി പൂർത്തിയായിരുന്നില്ല. പിന്നെ കാണാൻ സ്വലാത്തിന് ലക്ഷക്കണക്കിന് ആളുണ്ടാവും, വീട്ടിൽ വരും. അങ്ങനെ പല ആളുകൾ പൈസ തരും. അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളിൽ ഒരാളിട്ടേക്ക് പൈസ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, അതിലിട്ടു. പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സദസ്സിലാണ്. ഞാൻ തിരിച്ചെത്തിയ വീട്ടിലൊക്കെ നേരെ വന്ന് കുടുംബത്തിലെ പൈസ ഞാൻ കണ്ടിട്ടില്ല. അതൊരു യൂട്യൂബർ തട്ടി അതെടുത്ത് നല്ല നിലക്ക വിട്ടത്. പിന്നെ നല്ലത് ചെയ്താലും മോശം ചെയ്ത് കണ്ടത് പൈസയാണല്ലോ, അപ്പൊ കുരു പൊട്ടുമല്ലോ. അതാണ് ഒരു ദിവസം കൊണ്ടാണ് അത്രയും കാശ് ഉണ്ടായത് അതിൽ. അപ്പൊ തങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അതിന് കാശില്ല, തിരിച്ചു വരുമ്പോൾ തങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇനി ഒരു ടൈം കൊണ്ട് ആയിരക്കണക്കിന് അല്ല, 2 സൈഡിലും ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. ഇവിടെ ഇന്ന് ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ സ്വലാത്ത് നടക്കുന്ന ഒരു സ്ഥലം കൊടക്കാട്. അത്രയും റോഡ് ബ്ലോക്ക്, അത് ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അതൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് ചെയ്ത. അപ്പൊ അത് മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കുരു. അപ്പോൾ തങ്ങൾ ഇവിടെ വരുന്ന ആളുകളോട് കാശ് ചോദിച്ച് മേടിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നിട്ടുണ്ട് സ്ത്രീയുടെ. ആ സ്ത്രീ അതിൽ പറയുന്നുണ്ട്, ഏകദേശം ഫസ്റ്റ് ചികിത്സക്ക് 1001 രൂപയും പിന്നെ 6000 എത്രകൊണ്ട് തുക പറയുന്ന ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തങ്ങള് അങ്ങനെ ഇവിടെ ചെയ്യാറുണ്ട്. ആ താത്ത മറുനാടൻ ചാനലില് ഒരു അഭിമുഖം കൊടുത്തതാണ് അല്ലെ, ഞാൻ കണ്ടു. അത് ഞാനിപ്പോ വക്കീലൊക്കെ ആയിട്ട് സംസാരിച്ച് ഞാൻ നിയമ നടപടി സ്വീകരിക്കാൻ പോവാണ്. ഞാൻ ഒരിക്കലും എന്തില്ല, ഞാൻ ചില്ലറ പൈസകൾ വാങ്ങാറുണ്ട്, നുണ പറയാൻ പാടില്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിന്, ഇവിടെ വലിയ പൂജകളൊന്നും ഇല്ല കേട്ടോ, പൂജയും കാര്യങ്ങളൊന്നും എന്തില്ല ഇവിടെ ഇല്ല. ചെറിയ കാര്യത്തിൽ ചെറിയ പൈസകൾ നമ്മൾ എന്തുണ്ട് ആളുകളോട് ചോദിക്കും, മനസ്സിലായില്ലേ. എന്നെ കാണാൻ വരുമ്പോ ചിലപ്പോൾ ആൾക്കാർ എന്തെങ്കിലും തരും, ചിലപ്പോൾ തരൂല. ചിലപ്പോൾ ഒരാൾ വന്നൊരു 500 തരും, അതിന്റെ ബാക്കിൽ വന്ന ആള് കഷ്ടപ്പാടാ പറയാ. അപ്പൊ ഈ പൈസത്തിൽ എന്ത് ചെയ്യും, ഓല് കൊടുക്കും. എന്റെ വീട് കണ്ടില്ല നിങ്ങള്, 1600 സ്ക്വയർ ഫീറ്റാ,
600 സ്ക്വയർ ഫീറ്റ്. ഇപ്പൊ മുതലുണ്ടാക്കാൻ നമുക്ക് എന്ത് ഇഷ്ടംപോലെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഈ താത്ത ഈ 6666 റുപ്യ താത്ത തന്ന് താത്ത തെളിയിക്കണ്ടേ. പിന്നെ ഇവിടെ സ്വലാത്ത് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്, സ്വലാത്ത് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ വിലക്ക് വാങ്ങാണ് ട്രസ്റ്റിന് വേണ്ടിയിട്ട്. അതിന് നമ്മൾ ആളുകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 6666 റുപ്യ നമ്മളെ മദ്രസ നിങ്ങൾ തരണം. അതുണ്ടെങ്കിൽ മാത്രം അതിനപ്പുറത്തെ റെസീറ്റ് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ താത്തയുടെ മേടിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ താത്ത അവിടെ വന്നാൽ എനിക്ക് ഓർമ്മയില്ലേ, ഞാൻ അറിയില്ലേ. ഈ താത്താണ് ഞാൻ കാണുന്നത് ഈ വീഡിയോ വന്ന ശേഷമാണ് ശ്രദ്ധിക്കപ്പെട്ടത്. സാധാരണ പറഞ്ഞത് പോലെ വന്ന് പോയിട്ടുണ്ടാകാം, ശ്രദ്ധിക്കപ്പെട്ടത് വീഡിയോ വന്നതിന് ശേഷം. പിന്നെ അവര് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. നമ്മുടെ നാട്ടുകാർ ഞങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ഉത്തരം പണം തരാം. നമ്മള് ഒരു വിഷയം പറയുമ്പോൾ അതിനനുബന്ധിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇവിടെ കേസ് കൊടുത്ു. അവര് പോലീസുകാരെന്നെ വിളിച്ചു, എന്നോട് തങ്ങളൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് വെച്ചു, ഇതില് നിങ്ങളെ ചികിത്സന്റെ വിഷയമായിട്ടാണ് ഇങ്ങനെ ആരോപണം വന്നിട്ടുള്ളത്. എന്തോ മന്ത്രിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങള് ഇടങ്ങണിട്ടപ്പോൾ നോക്കിയപ്പോൾ വേറെ ആൾക്കാരെ മേത്ത് തൊടുന്നത് ഏതോ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ മൊത്തം ക്യാമറ. എന്റെ ഇത് കാണിച്ചു പോണെങ്കിൽ എന്റെ വീടിന്റെ ഉള്ളില് എല്ലാ സ്ഥലത്തും ക്യാമറ, ഇതിന്റെ പുറത്ത് ക്യാമറകളാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഒന്നും ചാൻസും ഇല്ല. അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യാമറ വെക്കേണ്ട കാര്യവും ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ആയിരക്കണക്കിന് ആള് വരുന്ന സ്ഥലം. നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ഒരാൾക്ക് സമയം കിട്ടൂല ഇവിടെ. ആ താത്ത ആരോപണം ഉന്നയിച്ച് പിന്നെ ഞാൻ താത്താക്ക് എന്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടേ, ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ പണിക്കാർ ഉപയോഗിക്കുന്ന ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ താത്ത തെളിയിക്കണ്ടേ ഞാൻ പേഴ്സണൽ നമ്പർ കൊടുത്തത് അല്ലേ? അല്ല, അതൊക്കെ ഇതൊക്കെ ജോലിക്കാരുടെ ഫോണാണ്. ഇവിടെ ഒരു 10-25 ജോലിക്കാരുണ്ട്. ഇവിടെ ഇത് ജോലിക്കാരുടെ ഫോണാണ്. ഓലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. തങ്ങള് പേഴ്സണലായിട്ട് നമ്പർ അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല? ഞാൻ കൊടുത്തിട്ടില്ല. അത് ഇവിടെ ഫോണ് വരുന്നത് ഒക്കെ ജനങ്ങൾക്ക് അറിയേ. അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ദിവസമല്ലേ, നിങ്ങൾ കണ്ടോ എന്റെ വീട്ടിലെ തിരക്ക്? ഞാൻ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ വീട്ടിൽ തിരക്ക് കണ്ടോ നിങ്ങള്? വിവാദങ്ങള് ഒരു അരമണി തൂക്കം എനിക്ക് എന്തായിട്ടില്ല, ബാധിച്ചിട്ടില്ല. പിന്നെ തെറ്റ് ഞാൻ ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, വേണ്ടേ? തെറ്റ് ഞാൻ ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. നിയമത്തിന് മുന്നിൽ തങ്ങളും ഇല്ല, മൊയ്ലിയരുമില്ല, ഒന്നുമില്ല. പിന്നെ കൊല്ലത്തുനിന്നും നിലമ്പൂരിന്നും കോഴിക്കോടുന്നും കാസർഗോഡ് നിന്നൊക്കെ ഓരോരുത്തർ എന്ത് ചെയ്യണ് നമുക്കെതിരെ വീഡിയോ ഇടുന്നത്. അവര് ആരോ എന്തൊക്കെ പറഞ്ഞത് കേട്ടിട്ട്, നിങ്ങളും അങ്ങനെ കേട്ടിട്ടല്ലേ ഇപ്പൊ വന്നത്? നമ്മളതിന്റെ സത്യാവസ്ഥ തങ്ങളോട് തന്നെ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സ്ഥലത്തിന്റെ അവസ്ഥ? എന്റെ നാടാണിത്. ഞങ്ങൾ തങ്ങന്മാരല്ല എന്നാണ് എന്ത് യൂട്യൂബർമാര് പറയുന്നത്. പിന്നെ നമ്മളെ വാപ്പൊക്കെ ചെറുപ്പത്തില് മരണപ്പെട്ടിട്ടുണ്ട്. സനത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് തങ്ങന്മാർക്ക്, മനസ്സിലല്ലേ? അത് സിൽസില. അത് ചില ഉപ്പാപ്പന്മാർ എഴുതി വെക്കും, ചില ആളുകൾ എന്തില്ല അത് എഴുതി വെക്കൂല. അത് എഴുതി വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അവർ തങ്ങളാകാതെ പോകും. ഇല്ലല്ല. അപ്പോ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഞാന് ഒരു തെറ്റും ചെയ്യൂല. എനിക്ക് നിയമത്തെ പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ തകർക്കാൻ ആരെക്കൊണ്ടും പറ്റൂല. ഒരാളെ കൊണ്ടും ഒരു നിയമപരമായിട്ടുള്ള ഒന്നും ആരെക്കൊണ്ടും എന്ത് ചെയ്യാം. ഒരാളെ പൈസ അപഹരിച്ചു എന്നോ, അതല്ലെങ്കിൽ പെണ്ണിനെ തൊട്ടു എന്നോ, അതിൽ അങ്ങനത്തെ ഒരു കേസ് കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിൽ വരില്ല. കാരണം എന്താ അറിയോ, എൻ്റെ അടിമിന്ന് മറ്റുണ്ട് 400-ന്റെ അടുത്ത് അടിമിമാരുണ്ട്. അവർക്ക് പോലും എന്നെ വിളിച്ചാൽ കിട്ടൂല, മനസ്സിലായില്ലേ?
അപ്പൊ പിന്നെ ഓരോരുത്തര് അപവാദം അതൊന്നും ഞാൻ മെയിൻ ചെയ്യുന്നില്ല. തങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഇങ്ങനെ മാനസികപരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെന്ന നിലക്ക് മാനസികപരമായിട്ട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഏത് രീതിയിലാണ് തങ്ങൾ കൊടുക്കുന്ന മറുപടി? അവർക്ക് നന്നാവട്ടെ എന്നാണ്, നമുക്ക് നല്ലത് വരട്ടെ എന്നാണ്, നന്നാവട്ടെ നല്ലത് വരട്ടെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണേ വിചാരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ ഇട്ടിട്ട് ഇങ്ങനെ നീർക്കോലി ചില സമയം ചൊല്ലുണ്ട്, നീർക്കോലി കടിച്ചാൽ ഒത്തായം വാങ്ങുന്നു. ഈ കടിക്കാത്ത സാധനം എന്ത്? നീർക്കോലി. ഒരു മനുഷ്യനെ മടലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തുമ്പോ മനുഷ്യന് വേദനിക്കൂലേ? സ്വാഭാവികം. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ വന്ന അപവാദമൊന്നും ഒന്നുമല്ല. ഞാൻ അതിലൊന്നും എന്തില്ല മെയിൻ കൊടുക്കാറില്ല. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇതിട്ട് കഴിഞ്ഞാല് എന്റെ പണിക്കാർ വന്നിട്ട് പറയും തങ്ങളെ ഇത് എന്നുവെച്ചാൽ ഫോൺ ഉണ്ടാകാൻ നോക്കട്ടെ, മനസ്സിലായില്ലേ? അപ്പൊ നോക്കുമ്പോ ചില ആളുകൾ ഇന്ന നായെ പട്ടിന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണോ? അല്ലാതെ ഞാൻ പഠിച്ചോന് തന്നെ ഓരോ വിളിച്ചല്ലോ, ഇത് വിളിച്ചല്ലോ. പിന്നെ എന്റെ വിജയം ഒരുപാട് എത്തി. 75 കുട്ടികളെ കെട്ടിച്ചിരിക്കുന്നു. 3.5 ഏക്കർ സ്ഥലം വാങ്ങിക്കുന്ന എത്തിയ മക്കൾക്ക് 17 മക്കൾക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുന്നു. ഇതൊന്നും ജനങ്ങളെ അറിയുന്നില്ല, നല്ലത് ആരും അറിയുന്നില്ല. ഇഷ്ടം പോലെ ഒരുപാട് എത്തിയ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനൊരു വോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചേ. എന്റെ പണിക്കാരത്തേക്ക് വന്നൊരു വോയിസാണ്. ഞാൻ വീട് വെച്ച് കൊടുത്ത ഒരു കുടുംബത്തിന്റെ വോയിസ് കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ പ്ലേ ചെയ്തേ. ഒരു എത്തിൻകുട്ടി മാഷാ അല്ലാഹ് വേറെ ഇത് തിരൂര് ഭാഗത്ത് വീട് വെച്ച് കൊടുത്ത. അപ്പൊ തങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇതുപോലെ മക്കളുടെ പ്രാർത്ഥനകളാണ്. അപ്പോ തങ്ങളെ കുറ്റം പറയുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ തന്നെ ധാരാളം. പിന്നെ ഞാൻ എന്താ പറഞ്ഞാല് പറയണോല് പറഞ്ഞോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കെതിരെ 100 ചില്ലാൻ പിന്നെ വ്ളോഗേഴ്സൊക്കെ ഇറങ്ങി. യൂട്യൂബ് തുറന്ന നൂറാബി നാറ്റക്കോയ ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ സത്യൊരു കാര്യം പറയാം. ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചതേ ലൈവില് വന്നിട്ടാ. ഒരു ഫാത്തിഹ ഞാൻ ഓതുമ്പോ എന്നോട് തങ്ങൾ അവിടെ തെറ്റുണ്ടെന്ന് ഞാനവിടെ മാറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അൽഹംദുലില്ലാ എല്ലാതും കറക്റ്റ് ഓതും. ഇപ്പൊ ഞാൻ ഹിഫ്ള് കൂടി തുടങ്ങുകയാണ്. എനിക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യം മറ്റുള്ള മക്കൾക്ക് എന്ത് ചെയ്യട്ടെ? ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഞാൻ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചത് പറയണ്ടേ? തങ്ങൾ ഒരു ചോദ്യം കൂടിയോ? ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾക്കൊപ്പം തന്നെ വരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് തങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്നുള്ളത്. പക്ഷെ എപ്പോൾ തങ്ങളോട് സംസാരിക്കുമ്പോൾ തങ്ങളത് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അത് മറച്ചു വെക്കാം. എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് മറച്ചു വെക്കാം. നാട്ടുകാരുടെ ഒരുപാട് ആളുകൾ ഓതാൻ അറിയാത്ത ഒരാളാണോ അത്ര വലിയൊരു മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ പോലും തങ്ങൾ ഇത് തുറന്നു പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അല്ലേ, നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മള് 2-3 വർഷം മുമ്പുള്ള ഖുർആൻ ഓതാത്ത സംതാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കണേ ഓല് വെച്ചിട്ട് ട്രോളുന്നത്. ഇപ്പൊ അല്ലാതെ റസൂലിന് ബർക്കത്തോണ്ട് എന്ത് ചെയ്യും? ഓതാനും പാടാനും ഒക്കെ എന്ത് ചെയ്യും? അറിയാം. സംശയമുള്ളവർ വരട്ടെ. ഇനി സംശയമുള്ളവർ വരട്ടെ. ഞാൻ അൽഹംദുലില്ലാഹ് 2 കൊല്ലം കൂടെ ഏകദേശം ഖുർആനൊക്കെ ഞാനിപ്പോ ഞാൻ ഏകദേശം പഠിച്ചു. പക്ഷെ ഈ പിന്നെ ലൈവ് കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാൻ. ഞാൻ ഓതുമ്പോ എന്റെ കൂടെ പറപ്പിങ്ങൾ എന്നെ വിളിച്ചു പറയും തങ്ങൾ ഓതിയൊരു തെറ്റുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അത് തിരുത്തും. അതല്ലേ ഒരു ഇത് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ അൽഹംദുലില്ലാഹ് ഓതാനും ഒക്കെ. പിന്നെ നമ്മളെ നശിപ്പിക്കാനുള്ള ശത്രുക്കളാണ് എന്ത് പണ്ട് 2-3 കൊല്ലം മുമ്പുള്ള സാധനമൊക്കെ ട്രോളാക്കിയിട്ട് ഇടുന്നത്. അതുപോലെ ഒന്നായിക്കോട്ടെ. അത്ര തന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യം, ഭയം. ഒരു മനുഷ്യനെ പേടിച്ച് നമ്മൾ ജീവിച്ചാൽ പിന്നെ നമ്മളെ ജീവിതകാലം പേടിച്ചുകൊണ്ട്
ഇരിക്കേണ്ടി വരും. ജീവിക്കണം. എനിക്ക് ഇത്തിരി വിവാദങ്ങൾ വന്നു. എൻ്റെ വീട്ടിൽ ഇന്ന് നോമ്പ് 22 രാവിലെ സുബൈ ദിസ്കാർ ലൈവ് കേട്ടിരുന്നത് 3 മണിക്കാണ് എന്നെ കാണുന്ന സ്റ്റേഷനിൽ തിരക്ക് കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ചിട്ട് പല ആളുകളും പറയുന്നൊരു വാക്കുണ്ട്, നൂറെ ഹബീബ് തങ്ങൾ ഒരു പന്താണ്, അടിക്കും തോറും മുകളിലേക്കാണ് അടിക്കണം അവര്. നിങ്ങളും അടിക്കാൻ വന്നല്ലേ നിങ്ങളും നമ്മളതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ മറ്റുള്ള യൂട്യൂബർമാർക്ക് എന്ത് ഇതുപോലെ വരാം, ലൈവ് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യാം, അഭിമുഖം തരാം. എന്നെ കൊണ്ട് കഴിയുന്ന സത്യം ഞാൻ പറയാം, വേറെ ഒന്നും എന്തില്ല എനിക്ക് പറയാൻ. അതുപോലെ ഇവിടെ വന്നപ്പോ മനസ്സിലായത് ഇവിടെ ഇപ്പോ തങ്ങൾക്ക് വെച്ചു കൊടുത്ത വീടുകളുണ്ടല്ലോ, ആ വീടുകാർക്കൊക്കെ എപ്പോഴും ചെലവിന് കൊടുക്കുന്നുണ്ട്, അറിയുന്നില്ല. അവർക്ക് എന്നല്ല, അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് എത്തിമക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്, ഒത്തിരി എത്തിമക്കളെ. അവർക്കൊക്കെ ഒരു മാസം ഇപ്പൊ ഈ മാസമൊക്കെ നല്ലൊരു സംഖ്യ വീടിന്റെ മക്കൾ ഡ്രസ്സ് എടുക്കാൻ, ഭക്ഷണത്തിന് എന്നൊക്കെ ഒത്തിരി എല്ലാ ആഴ്ച കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും, സോറി ആഴ്ചയല്ല, എല്ലാ മാസവും. പക്ഷെ അത് ഓരോ കുടുംബത്തിന് ആഴ്ചക്ക് ദിവസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോ ഒരു ഇൻഷാ അല്ലാഹ് ഒരു വീടിന്റെ 5 സെന്റ് സ്ഥലം കൊടുക്കുന്നുണ്ട്. വയനാട്ടിലത്തെ ടീം വന്നിക്കാണ്. അതൊക്കെ തന്നെ നമ്മളെ വിജയം. നീ ലൈവ് കാണുന്ന അതല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒറ്റന്നേ ഉള്ളൂ, നിങ്ങൾ ഇനിയും എന്നെ എന്ത് ചെയ്യണം, അടിക്കണം, ഞാൻ ഉയരട്ടെ. പിന്നെ നിങ്ങൾ എനിക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലോ അതിൽ മറ്റു സ്ഥലത്തോ കംപ്ലൈന്റുകൾ ചെയ്യുമ്പോൾ തെളിവുകൾ ഹാജരാക്കണം, വേണം. പിന്നെ ഇവിടെ വലിയ പൂജകളൊന്നുമില്ല. ഇവിടെ പിന്നെ ഹോമം, അതുപോലെ തന്നെ എന്താ പറയാ, ശൈത്താന് ഇപ്പൊ ഒരു പെണ്ണുങ്ങൾ കരഞ്ഞ അതിന്റെ CCTV ഉണ്ട് എൻ്റെ അടുത്ത്. അതെന്താ സംഭവം? അത് സംഭവം എന്താ വെച്ചാല് അവര് വെളാഞ്ചേരിയുള്ളത് നിങ്ങളെ നാട്ടുകാർ തന്നെ. ആ സഹോദരി ഒരുപക്ഷെ വന്ന് ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. പുള്ളിക്ക് എന്താണ് സംബന്ധിലെ തെറ്റി. ഇവരെന്താ വിചാരിച്ചത്, ഇതിന് മേത്തെന്തോ കയറിയിരിക്കുകയാണെന്ന്. അങ്ങനെ എന്നെ കാണാൻ രാവിലെ ഇവിടെ കൊടുന്നു. ഇവരെല്ലാരും കയ്യും കൊതറിയിട്ട് എന്താക്കി, ഓള് എൻ്റെ ലൈവ് നടത്തുന്ന അവിടെ കൂടി. അങ്ങനെ 2-3 ആളുകൾ അവളെ വന്ന് പൊടിച്ചു. അപ്പോഴാണ് വിടി എന്ന് പറയുന്നത്. ഞാൻ പോകൂല, ഞാൻ തങ്ങളത്ത് പോയിട്ട് അതാണല്ലോ വാർത്ത പിടിച്ചത്. ഞാൻ ലൈവ് നിന്ന് ഓടി വന്നിട്ട് ഞാൻ കണ്ട പറഞ്ഞു, മാനസിക പ്രശ്നമാണ്, വേഗം ആശുപത്രി കൊണ്ടുപോയി. വേഗം അതല്ല. പിന്നെ അവര് വന്ന വീഡിയോ നിങ്ങൾ കണ്ടോ? അവരിറക്കിയ വീഡിയോ കണ്ടിട്ടോ നിങ്ങൾ എത്തില്ല വീഡിയോ? ഇപ്പൊ തരാം, അതാണ് ഇട്ടാ മതി കേട്ടോ. ശരി, ഞാൻ കൂടുതലൊന്നുമില്ലല്ലോ. ചികിത്സ ആദ്യം തങ്ങളെല്ലാ ലേവിലും പറയുന്നുണ്ടല്ലേ രോഗത്തിന് ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത്. അത് നമ്മളെപ്പോഴും പറയും. ഞാനിവിടെ വരുമ്പോ അവർ ദിവസങ്ങളിൽ വരുവേണ്ടി ഞാൻ രാവിലെ ലൈവ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ വീട് നമ്പറൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. 1000 ആളുണ്ടാവും. ആദ്യം ഞാൻ ഒരു ക്ലാസ് എടുക്കും അവർ ഇവിടെ വരുന്നവർക്ക്. രോഗികൾ ഇരിക്കുന്ന സ്ഥലമല്ല അത്. അതെവിടെ? വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മട്ടും പോലെ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും വലിയ പേടിക്കേണ്ട സമയം കണ്ണേർ, സിഹറിന്റെ വിഷയവും ഞാൻ പറയും. അതിലൊന്നും നമുക്ക് എന്തില്ല, വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴൊന്നും പിന്നെ അങ്ങനെ ആരും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ട്. ഞാൻ അവരോടൊക്കെ പറയാം, വല്ലാതെ അന്ധമായിട്ട് ഇതൊന്നും വിശ്വസിക്കരുത്. ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യാം. ഒരു സ്ഥലത്ത് പോകും, മാറില്ല വേറെ സ്ഥലം, അങ്ങനെ കിട്ടുന്ന സമയം ഇന്ത്യത്തേക്കും വരണ്ട. ഞാൻ പറയണ്ടേ, ഇന്ത്യത്തേക്കും വരണ്ട. എപ്പോഴും ഞാൻ പറയും, വീട്ടിൽ ഖുർആനൊക്കെ ഞാൻ എപ്പോഴും പറയും, ഇന്ത്യത്തേക്കും വരണ്ട. പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്യും, ഒടിങ്ങിട്ട് വരും. അള്ളാഹ് തന്ന നിഅമത്താണ്, മനസ്സിലായേ? അള്ളാഹു ഇപ്പൊ ലൈഫിൽ കോളേജ് തുടങ്ങാൻ കാണാൻ ശരി.